അസ്സാം വലൈക്കും വറഹമത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബാബരി അത് ഇന്ത്യൻ മുസൽമാൻ്റെ മനസ്സിൽ ഒരു നോവായി എരിയുന്ന സന്ദർഭമാണ്. ആ വിവാദങ്ങൾ തണുക്കു മുമ്പ് തന്നെയാണ് ഗ്യാൻവാപ്പിക്ക് നേരെ സംഘപരിവാർ വിരൽ ചൂണ്ടുന്നതായി നാം കാണുന്നത്. നിയമകൂടങ്ങളെപ്പോലും സ്വാധീനിച്ചുകൊണ്ട് അതിനെ കൈയടക്കാനുള്ള ശ്രമങ്ങളുണ്ടാകുന്നത് നമ്മളെ ഏറെ നൊമ്പരപ്പെടുത്തുന്ന കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വിവരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയ ഉടനെയുള്ള പ്രവർത്തനങ്ങൾ എന്ന രീതിയിലുള്ള ശീർഷകം നമുക്ക് കാണാൻ കഴിയും. അതിൽ ആദ്യത്തേത് മദീന പള്ളിയുടെ നിർമ്മാണമാണ്. താമസിക്കാനുള്ള വീടോ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളോ ആയിരുന്നില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അന്വേഷിച്ചത്. നേരെ മറിച്ച് മുസ്ലിം ഉമ്മത്ത് താമസിക്കുന്ന പ്രദേശത്ത് അവിടെ മതം അനുഷ്ഠിക്കാനുള്ള അള്ളാഹുവിൻ്റെ ഭവനമുണ്ടാവുക എന്നത് അത്രമേൽ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഓരോന്നായി പൊളിക്കപ്പെടുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ ഈമാനിൻ്റെ കണികയെങ്കിലും മനസ്സിലുള്ളവന് വേദന ഉണ്ടാവാതിരിക്കുകയില്ലല്ലോ. എന്തുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് പരീക്ഷണങ്ങൾക്ക് മേലെ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നു എന്ന ചോദ്യം ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവുക സ്വാഭാവികമാണ്. അതിനുള്ള ഉത്തരമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ചരിത്രത്തിലെ പ്രവാചക ചരിത്രത്തിലെ ഇസ്രാഉം മിഅ്റാജും. ഇസ്രാഉം മിഅ്റാജും അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ഒരു സമ്മാനമായിരുന്നു. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേയായി അനുഭവിച്ചു പോരുന്ന ഒരുപാട് വേദനകളുടെ ഭാരം അത് കുറക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിലുള്ള പ്രധാന ലക്ഷ്യം. ആദ്യം ബൈത്തുൽ മഖ്ദിസിലേക്ക് രാപ്രയാണം നടത്തുകയും അവിടെ നിന്ന് ആകാശലോകത്തേക്ക് കൊണ്ടുപോവുകയും അതുവരെ കേൾവി മാത്രമായിരുന്ന അത്ഭുതങ്ങൾ കാണാനുള്ള അവസരം അല്ലാഹു തആല റസൂലിന് സമ്മാനിക്കുകയും ചെയ്തു. മുൻപ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ കാണുകയും അവർക്ക് ഇമാമായി നിസ്കരിക്കുകയും ചെയ്തു. ഈ സംഭവത്തിന് മുമ്പ് പ്രതിസന്ധികളുടെ നടുക്കടലിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റപ്പെട്ടു പോയ അവസ്ഥയുണ്ടായിരുന്നു എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഹിജറക്ക് മുമ്പുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതത്തിൻ്റെ അവസാന കാലത്തായിരുന്നു ഈ സംഭവങ്ങളൊക്കെ നടന്നത്. ബനു ഹാഷിം കുടുംബത്തെ ഖുറൈശികൾ ബഹിഷ്കരിക്കുകയും അബൂ ത്വാലിബ് അടക്കം ഷഅബ് അബി ത്വാലിബിൽ പച്ചിലകളും പച്ചവെള്ളവും മൃഗങ്ങളുടെ തോലുകൾ പോലും ഭക്ഷിച്ച് കഴിയേണ്ടി വന്ന 3 വർഷത്തെ കാലം. അതിനുശേഷം പിതൃവ്യൻ അബൂ ത്വാലിബിനെയും പ്രിയതമ ഖദീജ റളിയല്ലാഹു അൻഹയെയും നഷ്ടപ്പെട്ട ആമുൽ ഹുസൻ ദുഃഖവർഷം. ശപിക്കപ്പെട്ട അബൂലഹബിൽ നിന്നും കൂട്ടാളികളിൽ നിന്നും പ്രവാചകന് പരസ്യമായി ദേഹോപദ്രവങ്ങൾ പോലും ഏൽക്കേണ്ടി വന്ന ഒരു കാലം. കല്ലെറിഞ്ഞും തെറി പറഞ്ഞും അവർ അങ്ങാടികളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനിപ്പിച്ചു. വഴിവക്കിൽ യാതൊരു ന്യായവുമില്ലാതെ ഒരു തെമ്മാടി ഒരിക്കൽ നബിയുടെ ശരീരത്തിലേക്ക് വലിച്ചെറിഞ്ഞ മണ്ണും ചെളിയും അത് ശരീരത്തിലേറ്റു വാങ്ങിക്കൊണ്ട് തിരുദൂതർ വീട്ടിലേക്ക് വരുന്ന ഒരു ദിവസമുണ്ട്. ആ കാഴ്ച കണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മോള് കരയണ്ട, ഉപ്പാനെ അള്ളാഹു സംരക്ഷിക്കുമെന്ന്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞ് മകൾ ഫാത്തിമയെ ആശ്വസിപ്പിക്കുന്നതിനിടെ ഒരു നെടുവീർപ്പോടു കൂടി പ്രവാചകൻ ഇങ്ങനെ പറയുന്നുണ്ട്, അബൂ ത്വാലിബ് മരിക്കുന്നതുവരെ ഖുറൈശികളിൽ നിന്ന് ഞാൻ വെറുക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന്. മക്കക്കാരിൽ നിന്നും ഏൽക്കേണ്ടി വന്ന ഉപദ്രവങ്ങൾ അസഹ്യമായതോടെയാണ് ത്വായിഫിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അഭയം തേടിപ്പോയത്. ഇതോടെ നേരിട്ട് കൊണ്ടിരുന്ന അക്രമങ്ങൾക്ക് അറുതിയുണ്ടാകും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചിരുന്നത്. തികച്ചും അപ്രതീക്ഷിതമായ കല്ലേറുകളെ കൊണ്ടാണ് ത്വായിഫിലെ ജനത റസൂലിനെ വരവേറ്റത്. രക്തമൊലിക്കുന്ന മുഖവുമായി ഓടി അദ്ദാസിൻ്റെ തോട്ടത്തിൽ ഒരല്പം വിശ്രമിക്കവേ, അള്ളാഹുവെ, എൻ്റെ ശക്തി ദൗർബല്യത്തെക്കുറിച്ച്, എൻ്റെ തന്ത്രമില്ലായ്മയെക്കുറിച്ച് ഞാൻ നിന്നോട് പരാതി പറയുന്നു എന്ന് മനസ്സ് പിടഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അജ്ഞതയിൽ നിന്നുയരുന്ന വെറുപ്പിൻ കലിയാട്ടം നടത്തുന്ന ത്വായിഫുകാരിലുള്ള പ്രതീക്ഷയും പ്രവാചകന് അവിടെ നഷ്ടപ്പെടുകയായിരുന്നു. ഇനി എങ്ങോട്ട് പോകും അറിയില്ല, ആര് അഭയം നൽകും അറിയില്ല. ഇരുട്ട് പുതപ്പാകുന്ന രാത്രികളിൽ അല്പം മയങ്ങാൻ ആരിനി പ്രവാചകന് കാവലിരിക്കും അറിയില്ല. ഈ ദീനിനു വേണ്ടി ശാരീരികമായി പ്രയാസങ്ങൾ സഹിച്ച് ഏതൊരു നാട്ടുകാരുടെ ഉപദ്രവം സഹിച്ചാണോ യാത്ര പോകേണ്ടി വന്നത്, അവിടേക്ക് തന്നെ തിരിച്ചു വരുന്ന പ്രവാചകൻ്റെ നൊമ്പരം എത്രയായിരിക്കും എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. ബാബരി മുതൽ ഗ്യാൻവാപ്പി വരെ മനസ്സ് നോവുന്ന വാർത്തകൾ തുടർക്കഥയായി മാറുമ്പോൾ ഇസ്രാ മിഅ്റാജുകളെക്കുറിച്ചുള്ള ഓർമ്മകൾക്ക് പ്രസക്തി ഏറിയേറി വരികയാണ്.
വേദനയുടെ തുടരനുഭവങ്ങൾക്ക് ശേഷം വിശ്വാസികൾക്ക് സന്തോഷിക്കാവുന്ന സമ്മാനങ്ങൾ വരാനുണ്ട് എന്ന പ്രതീക്ഷ ഈ സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത്രയൊക്കെ അനുഭവിക്കാൻ മാത്രം നമ്മൾ എന്താണ് ചെയ്തത് എന്നൊന്ന് ആലോചിച്ച് നോക്കുന്നതിന് പകരം സമാനതകളില്ലാത്ത വേദനകൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും സാക്ഷിയായിട്ടുണ്ട് എന്നും പ്രതീക്ഷയുടെ പുലരികൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നുമുള്ള തിരിച്ചറിവോട് കൂടിയാണ് മിഅ്റാജ് ഓർമ്മകൾ നമുക്ക് പകരേണ്ടത്. പള്ളി പൊളിക്കാൻ വ്യഗ്രത കാട്ടുന്ന ആളുകളും അതിന് ഓശാന പാടുന്നവരും ഒരു കാര്യം ഓർക്കുക, നീതിയെ തകർത്ത് അനീതിക്കു വേണ്ടി നിങ്ങൾ ചെയ്തു കൂട്ടുന്ന ഈ പ്രവർത്തനങ്ങളെല്ലാം കണക്ക് ചോദിക്കുന്ന ഒരു ദിനം നമുക്ക് വരാനുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാ കാര്യവും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന വിശ്വാസികളാണ്. ഇസ്ലാമിക ദർശനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്നാണത് തവക്കുൽ എന്നത്. എന്നാൽ അള്ളാഹുവിലേക്കെല്ലാം വിട്ടേച്ച് നിഷ്ക്രിയരായിരിക്കുകയല്ല, മറിച്ച് കാര്യങ്ങൾ റബ്ബിനെ ഭരമേൽപ്പിക്കാൻ മുസ്ലിമിൻ്റെ മുന്നിൽ 2 ഉപാധികളുണ്ട്. ഒന്നാമതായി മനുഷ്യരെന്ന നിലക്ക് സാധ്യമായത് പരമാവധി അവൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്തു തീർക്കുക. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞുവല്ലോ, ഒട്ടകത്തെ നിങ്ങൾ കെട്ടിയിട്ട ശേഷം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന്. ബാബരി മസ്ജിദിൻ്റെ വിഷയത്തിൽ നാം നമുക്കാവുന്നതിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ കയറിയിറങ്ങി രാജ്യത്തെ പ്രഗത്ഭരായ നിയമജ്ഞരുടെയും അഭിഭാഷകരുടെയും സേവനം നമ്മൾ പ്രയോജനപ്പെടുത്തി. മാധ്യമങ്ങൾക്ക് മുന്നിലും രാജ്യത്തുള്ള ജനങ്ങൾക്ക് മുന്നിലുമെല്ലാം നമ്മുടെ കേസുകളെ എത്തിക്കാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചു. വിവിധ ഘട്ടങ്ങളിൽ രഞ്ജിപ്പിനായുള്ള ശ്രമങ്ങൾക്കും ചർച്ചകൾക്കും പരിശ്രമങ്ങളുണ്ടായി. അവയോരോന്നും നിഷ്ഫലമാകുമ്പോഴും ഇച്ഛാശക്തിയോടെ ഉറച്ചു നിന്ന് അള്ളാഹുവിൻ്റെ ഭവനം, വീട്, പള്ളി അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി അവസാനം വരെ മുന്നോട്ട് പോയി. ഇക്കാര്യത്തിൽ മുസ്ലിം സമൂഹം ഇന്ത്യൻ സാധ്യതയിൽ നിന്നുകൊണ്ട് അവർക്കാവുന്നത്രയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. അങ്ങേയറ്റം പരിശ്രമിച്ചതിനൊടുവിൽ നമുക്ക് കിട്ടുന്ന ഫലമെന്തോ അത് യാഥാർത്ഥ്യമായി അംഗീകരിച്ച് വിധിയെ അള്ളാഹുവിന് വിടുകയാണ് തവക്കുലാക്കുന്നതിൻ്റെ, അതായത് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നതിൻ്റെ 2ാമത്തെ ഉപാധി. കടുത്ത അനീതി നേരിടേണ്ടി വരുന്ന ഈ കാലത്ത് അതിന് ചുക്കാൻ പിടിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ഇൻഷാ അള്ളാഹ് നമ്മളെ കാത്ത് ഒരു നീതിന്യായ ദിനം വരാനുണ്ട്. അവിടെ വെച്ച് നമുക്കെല്ലാം കാണാം. പരലോകം സംവിധാനിച്ച റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവേ, ഇന്ത്യൻ മുസ്ലിമാൻ്റെ വേദനകൾക്ക് നീ തണലേകണമേ, ഭാവനമായ നിൻ്റെ ഭവനങ്ങൾക്ക് നീ കാവലേകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.